ഇമ്മാക്കുലേറ്റ് ഈ ഒരു സിനിമ ഇപ്പോൾ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ചിത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ സിഡ്നി സീനി പ്രധാന വേഷത്തിലെത്തുന്ന ഹൊറർ ഡ്രാമ ജോണറിൽ പെടുന്ന ഒരു സിനിമയാണിത്. ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എൻ്റെ മൈൻഡിലോട്ട് ആദ്യം ഓടി വന്നത് ഇത് നണ്ണും അതുപോലെ തന്നെ അനബൽ ക്രിയേഷനുമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് സിനിമകളും കാണുന്ന സമയത്ത് നമുക്കൊരു ഡാർക്ക് ആൻഡ് ഇരി വൈബ് കിട്ടും. അതായത് ആ ഒരു നണ്ണും പള്ളികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചുള്ളൊരു ഒരു വെറൈറ്റി വൈബ് ഉണ്ടല്ലോ, ആ ഒരു സെയിം വൈബാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് കിട്ടിയത്. ആൻഡ് തിയേറ്ററിൽ പോയി ഈ ഒരു സിനിമ കണ്ട ആ ഒരു എൻറ്റയർ മൊമെൻറ്റ്, അതായത് ആ ഒരു സിനിമ പോകുന്ന മൊത്തത്തിലുള്ള മൊമെൻറ്റ് നമുക്ക് ആ ഒരു ഡാർക്ക് ഫീലിംഗ് കിട്ടും. കാരണം ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് വേറെ ലെവലാണ്. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു നോർമൽ ഹൊറർ മൂവി ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സർപ്രൈസിംഗ്ലി ദിസ് മൂവി വാസ് വെരി ഗുഡ്. അതായത് അത്യാവശ്യം ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമ നൽകിയത്. ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. കുഴപ്പമില്ലാത്ത നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ സിഡ്നി സീനയുടെ പെർഫോമൻസ്, പുള്ളിക്കാരി ജസ്റ്റ് തൻ്റെ സെക്സ് അപ്പീൽ വെച്ച് മാത്രം ഇൻഡസ്ട്രി പിടിച്ച് നിൽക്കുന്ന ഒരു ആക്ട്രസ് അല്ല. പുള്ളിക്കാരിക്ക് നല്ല കഴിവുണ്ട്. അത് ഈ ഒരു സിനിമയ്ക്കകത്തോടെ നമുക്ക് മനസ്സിലാകും. ഓൾറെഡി യുഫോറിയ എന്ന് പറയുന്ന സീരീസിനകത്തോടെ പുള്ളിക്കാരി തൻ്റെ ആ ഒരു കഴിവൊക്കെ പുറത്ത് കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരി ഇടുന്ന എഫോർട്ട്, അതായത് സിഡ്നി സീനിയുടെ ആ ഒരു ക്യാരക്ടറിലൂടെ, സിസിലിയ എന്ന് പറയുന്ന ഒരു ഒറ്റ ക്യാരക്ടറിലൂടെയാണ് ഈ ഒരു എൻറ്റിയർ മൂവി പോകുന്നത്. പുള്ളിക്കാരിക്ക് ഒരു ഡയലോഗ് പോലും പറയേണ്ട, അതായത് ഒരു മൊമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൻ്റെ കണ്ണുകൾ വെച്ച് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഫേസിലെ ഒരു സിമ്പിൾ എക്സ്പ്രഷൻ വെച്ച് കാണിക്കാൻ പറ്റും. അത്രയ്ക്കും ഗംഭീരമായിട്ട് പുള്ളിക്കാരി സിസിലിയ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ലൈഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് സിഡ്നി സീനയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്നും പറയുന്നത് അത് തന്നെയാണ്. അതായത് പുള്ളിക്കാരുടെ പെർഫോമൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വേറെ ലെവലായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലൊരു അവാർഡ് കിട്ടിയാൽ പോലും കുഴപ്പമില്ല. അപ്പം സിഡ്നി സീനയുടെ ക്യാരക്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ സിസിലിയ എന്ന് പറയുന്ന അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു നണ്ണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇറ്റലിയിലുള്ള ഒരു മഠത്തിലേക്ക് വരികയാണ്. അപ്പോൾ അമേരിക്കയിലെ തൻ്റെ ചർച്ചിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ബേസിൽ നമ്മുടെ സിസിലിയ എന്ന് പറയുന്ന സിഡ്നി സീനെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഇറ്റലിയിലേക്ക് വരികയാണ്. ഇറ്റലിയിലുള്ള ഒരു മഠത്തിൽ, അവിടെ കുറച്ച് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മഠം സെറ്റപ്പിലുള്ള ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ ഒരുപാട് നണ്ണുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഒരു സിസ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. അപ്പം ആ ഒരു ാണ് നമ്മുടെ സിസിലിയ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി വന്നതിന് ശേഷം ആ ഒരു പള്ളിയൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ വന്ന് കയറിയതിന് ശേഷം തൊട്ട് പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ റോങ് അടിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പള്ളിക്കകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ആകെ മൊത്തത്തിലൊരു ഡാർക്ക് വൈബാണ്. അതായത് ഒരു നോർമൽ കൈൻഡ് ഓഫ് രീതിക്കല്ല ഈ ഒരു പള്ളിക്കകത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തൊക്കെയോ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സിസിലിയയ്ക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരി ഈ ഒരു മിസ്റ്ററീസ്, അതായത് ഈ ഒരു പള്ളിക്ക് പിന്നിലായിട്ട് എന്തൊക്കെ മിസ്റ്ററീസാണ് ചുറ്റിപ്പറ്റി കിടക്കുന്നതെന്ന് സിസിലി അന്വേഷിക്കാൻ പോകുന്നതും, അതുപോലെ തന്നെ സിസിലിയെ ചുറ്റിപ്പറ്റി തന്നെ വലിയൊരു മിസ്റ്ററി, അതായത് ഒരു ബ്രഹ്മാണ്ഡ സംഭവം ഉണ്ടാകുന്നതും അതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. അപ്പം വളരെ ഗംഭീരമായിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ആക്റ്റും സെക്കൻഡ് ആക്റ്റും വേറെ ലെവലായിരുന്നു. അതായത് അതൊരു ഗംഭീരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം കുറച്ച് ജമ്പ് സ്കെയർസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ആദ്യമൊക്കെ നമുക്കൊരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന സിനിമയൊക്കെ ആയിട്ട് തോന്നും. പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ തേർഡ് ആക്ട് ആകുമ്പോഴത്തേനും സിനിമ ഒന്ന് ഡൗൺ ആകുന്നുണ്ട്. അതായത് ഫസ്റ്റ് ആക്ട് സെക്കൻഡ് ആക്ട് നമുക്കൊരു ഫ്രഷ് കൈൻഡ് ഓഫ് വൈബ് വരും. തേർഡ് ആക്ടിലേക്ക് വരുമ്പോഴത്തേനും സിനിമയൊരു ക്ലീഷേ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് മോഡിലേക്ക് പോകുന്നുണ്ടോ എന്ന് തോന്നും. അതുപോലെ തന്നെ സിനിമയുടെ ഏറ്റവും ക്ലൈമാക്സ് പോർഷൻ, ഏറ്റവും അവസാന ഭാഗം പല ആളുകൾക്കും പിടിച്ചെന്ന് വരത്തില്ല. കാരണം സിനിമ ഒരു വലിയ സംഭവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയെ കാര്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് പല ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സിനിമ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുമ്പോഴത്തേനും മനസ്സിലാവും. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചിത്രം വളരെ ഗംഭീരമായിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാത്ത പേസിൽ പോകുന്നുണ്ട്. എവിടെ ലാഗ് അടിക്കത്തില്ല. സിനിമയ്ക്ക് എന്ത് കാര്യം എവിടെ വേണോ അത് അവരവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേനും നമുക്കിത് ചുമ്മാ ജമ്പ് സ്കെയർസ് ഇട്ട് പേടിപ്പിക്കുന്ന ഒരു പടമായിട്ട് തോന്നത്തില്ല. എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി എന്താണെന്ന് നമുക്കും ഒരു ക്വസ്റ്റ്യൻ വരും. അത് നല്ല രീതിക്ക് ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകും. അതിനൊപ്പം നമ്മുടെ സിസിലിയ എന്ന് പറയുന്ന ക്യാരക്ടറും പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു മിസ്റ്ററിയോടൊപ്പം തന്നെ ജമ്പ് സ്കെയർസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും അതുപോലെ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഗംഭീരമാണ്. വിഷ്വൽസും കുഴപ്പമില്ലാത്ത രീതിക്കാണ്. അതായത് സിനിമാറ്റോഗ്രഫിയൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സിനിമ നടക്കുന്ന ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മഠത്തിലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചേഴ്സും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ, അതായത് നല്ല രീതിക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു പള്ളിയൊക്കെ കാണുമ്പോഴത്തേനും തന്നെ ഒരു ഡാർക്ക് ഇരി ഫീലിംഗ് കിട്ടും. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് സിഡ്നി സീനിയുടെ മാരക പെർഫോമൻസോട് കൂടി പുറത്ത് വന്നിരിക്കുന്നൊരു ചിത്രമാണ് ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹൊറർ ഡ്രാമ, സൈക്കോളജിക്കൽ ഡ്രാമ കാറ്റഗറിയിലൊക്കെ പെടുന്ന സിനിമകളോട് താല്പര്യമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള സിനിമകളോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം, നിരാശപ്പെടുത്തത്തില്ല. ഒരു ഗംഭീര വാച്ച് തന്നെയാണ് ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കാണാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത തിയേറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഇനി അല്ലെങ്കിൽ OTT റിലീസ് ആകുമ്പോഴത്തേനും കാണാൻ ശ്രമിക്കുക.